നമസ്കാരം. 10th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പേജ് നമ്പർ 15 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Calculate the first 5 terms of the arithmetic sequence with third term 37 and seventh term 73. ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 37 ഏഴാം പദം 73 ആയാൽ അതിലെ ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ടേമും സെവൻത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പം തേർഡ് ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? തേർഡ് ടേമിൻ്റെ കൂടെ ഫോർത്ത് എത്താനായിട്ട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് എത്താനായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഫിഫ്ത്തിൽ നിന്ന് സിക്സ്ത് എത്താനായിട്ട് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ്. ഇനി സെവൻത്ത് എത്താനായിട്ട് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ്. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ എത്ര പൊതുവ്യത്യാസം നമ്മൾ കൂട്ടി? 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നുണ്ട് അല്ലേ? 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ടേമിൻ്റെ കൂടെ 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെവൻത്ത് ടേം കിട്ടുന്നത്. തേർഡ് ടേം പ്ലസ് 4 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 4 എന്നുള്ളത് 7 മൈനസ് 4 അല്ലേ? 7 മൈനസ് 3 അല്ലേ? അതായത് സെവൻത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം കുറക്കുന്ന ആ ഡിഫറൻസ് അല്ലേ 4 ആയിട്ട് വരുന്നത്. അപ്പം തേർഡ് ടേം പ്ലസ് 7 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് is equal to സെവൻത്ത് ടേം ആണ്. അതായത് തേർഡ് ടേമിൻ്റെ കൂടെ 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെവൻത്ത് ടേം കിട്ടുന്നത്. ഈ 4 എന്നുള്ളത് നമുക്ക് എങ്ങനെ കാണാം? തേർഡും സെവൻത്തും ആണ് ടേം. അപ്പം 7 മൈനസ് 3 അങ്ങനെയും നമുക്കത് പറയാം. ഇതിന് നമുക്ക് കോമൺ ഡിഫറൻസിന് ഒരു ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 7 മൈനസ് 3 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു ഇവിടെയുള്ളത് എന്താണ്? സെവൻത്ത് ടേം. സെവൻത്ത് ടേം മൈനസ് തേർഡ് ടേം ആണ്. ഇനി ഡി ഇസ് ഈക്വൽ ടു എന്ത് വരും? ദർഫോർ ഡി ഇസ് ഈക്വൽ ടു സെവൻത്ത് ടേം മൈനസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ ഇവിടെയുള്ളത് പിന്നെ എന്താണ്? 7 മൈനസ് 3 ആണ്. അത് ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 7 മൈനസ് 3. ഇനി ഒന്ന് നോക്കിയേ, ഈ സെവൻത്ത് ടേം മൈനസ് തേർഡ് ടേം എന്നുള്ളത് എന്താണ്? ടേം ഡിഫറൻസ് ആണ് അല്ലേ? ടേം ഡിഫറൻസ്. അതേപോലെ താഴെ എന്താണ്? 7 മൈനസ് 3. ഈ 7 എന്നുള്ളത് പൊസിഷനാണ്, സെവൻത്ത് പൊസിഷൻ. 3 എന്നുള്ളത് തേർഡ് പൊസിഷൻ. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്? പൊസിഷൻ ഡിഫറൻസ്. അപ്പം നമുക്കിതൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ വരും? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ താഴെ എന്തെഴുതാം? പൊസിഷൻ ഡിഫറൻസ്. ഡി. അപ്പൊ ഡിക്ക് ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് വരുമ്പോഴും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഫോർമുല ഓർത്തു വെക്കാം. ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പം കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്താണ്? സെവൻത്ത് ടേം മൈനസ് തേർഡ് ടേം. സെവൻത്ത് ടേം എന്താണ്? 73 മൈനസ് തേർഡ് ടേം 37 ആണ് കേട്ടോ. 37 തേർഡ് ടേം 37 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 3. 73 മൈനസ് 37 36 വരും. 36 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3 4. അപ്പം ആൻസർ എന്ത് വരും? 9. ഇപ്പം കോമൺ ഡിഫറൻസ് നമുക്ക് 9 കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കാമല്ലോ. അതായത് കോമൺ ഡിഫറൻസ് 9. അപ്പോൾ ഇവിടെ
ഫസ്റ്റ് സെക്കൻഡ് ടേംസ് എന്ത് വരും? തേർഡ് ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ സെക്കൻഡ് കിട്ടും. സെക്കൻഡിൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ ഫസ്റ്റ് കിട്ടും. അപ്പൊ സെക്കൻഡ് ടേം is equal to 37 minus 9, 28. അതുപോലെ ഫസ്റ്റ് ടേം എന്താണ്? സെക്കൻഡിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. 28 മൈനസ് 9, 19. ഇനി അതുപോലെ ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ പദങ്ങൾ കണ്ടുപിടിക്കാം. ഫോർത്ത് ടേം നാലാം പദം. ഫോർത്ത് ടേം എന്താണ്? തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. തേർഡ് ടേം എന്താണ്? 37 പ്ലസ് കോമൺ ഡിഫറൻസ് 43. അതുപോലെ അഞ്ചാം പദം ഫിഫ്ത്ത് ടേം നാലാം പദം പ്ലസ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ത് വരും? അപ്പം 43 പ്ലസ് 9 52. ഇനി ആറാം പദം സിക്സ്ത് ടേം അഞ്ചാം പദം പ്ലസ് പൊതുവ്യത്യാസം 52 പ്ലസ് 9 61. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി 19. ഇനി ഫോർത്ത് ടേം എന്താണ്? തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. അപ്പം 37 പ്ലസ് 9 46. അതുപോലെ അഞ്ചാം പദം നാലാം പദം പ്ലസ് പൊതുവ്യത്യാസം 46 പ്ലസ് 9 55. അതുപോലെ ആറാം പദം അഞ്ചാം പദം പ്ലസ് പൊതുവ്യത്യാസം 64. പിന്നെ ഇത് ഇത്രയുമാണ് നമുക്ക് കാണേണ്ടത്. ബാക്കി അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? ഫസ്റ്റ് ടേം എന്താണ്? 19. സെക്കൻഡ് ടേം 28. തേർഡ് ടേം 37. ഫോർത്ത് ടേം 46. ഫിഫ്ത്ത് ടേം 55. സിക്സ്ത് 64. 73. The two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. അതായത് ഒരു സമാന്തര ശ്രേണിയിൽ 2 പദങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ടേമും തന്നിട്ടുണ്ട്, സിക്സ്ത് ടേമും തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ ഫോമുല പഠിച്ചില്ല, അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. എന്താണ് ഫോമുല? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് divided by position difference. ടേം ഡിഫറൻസ് എന്താണ്? സിക്സ്ത് ടേം 67, തേർഡ് ടേം 34. അപ്പോൾ 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ സിക്സ്തും തേർഡും ആണ്. അപ്പോൾ 6 മൈനസ് 3. 67 മൈനസ് 34 33 വരും. ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 എന്താണ്? 3. അപ്പോൾ കോമൺ ഡിഫറൻസ് 11. പൊതുവ്യത്യാസം നമുക്ക് കിട്ടി 11. ഇനി ബാക്കിയുള്ള ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം തന്നിട്ടുണ്ട് 34. ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം അറിയില്ല, സിക്സ്ത് ടേം 67 എക്സെട്ര. ഇങ്ങനെയാണ് ഈ സമാന്തര ശ്രേണി പോകുന്നത്. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ ഇനി ഫസ്റ്റ് ഇപ്പോൾ തേർഡ് ടേം അറിയാം. ഒന്നുകിൽ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് പോവുക. അപ്പം തേർഡ് ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ സെക്കൻഡിൽ നിന്ന് ഒരു പ്രാവശ്യം മൈനസ് ചെയ്താൽ ഫസ്റ്റ്. അതുപോലെ ഇങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം തേർഡ് ടേം അറിയാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം? ഈ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം നമുക്കറിയില്ല. ഫസ്റ്റ് ടേം പ്ലസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് കിട്ടി 11. 2 ഇൻറ്റു 11 ഇസ് ഈക്വൽ ടു തേർഡ് ടേം എന്താണ്?
34. Therefore, first term is equal to 34. ഇവിടെ എന്ത് വരും? 2 into 11 22. അത് ഇപ്പുറത്തേക്ക് വരുമ്പോഴും -22. അപ്പം 12 വരും. ഫസ്റ്റ് ടേം കിട്ടി 12. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാം. ആദ്യ പദവും പൊതുവ്യത്യാസവും അറിയാം. പിന്നെ ആ സീക്വൻസ് എഴുതി പോകാൻ എളുപ്പമല്ലേ. ആദ്യ പദവും പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ കൂട്ടി കൂട്ടി നമുക്ക് ആ ശ്രേണി കംപ്ലീറ്റ് ചെയ്യാം. സീക്വൻസ് ഈസ് ഫസ്റ്റ് ടേം എന്താണ്? 12. പിന്നെ പൊതുവ്യത്യാസം 11 ആണ്. അപ്പം 12 + 11 23. വീണ്ടും 11 കൂട്ടുക, അത് തേർഡ് ടേം. അതിവിടെ നമുക്ക് തന്നിട്ടുള്ളതാണ് 34. വീണ്ടും 11 കൂട്ടിയാൽ എന്ത് വരും? 45. വീണ്ടും 11 കൂട്ടിയാൽ 56. പിന്നത്തെ ടേം ഇവിടെ തന്നിട്ടുണ്ട് 67, എക്സെട്ര. ഇങ്ങനെ പോകുന്നു ആ സീക്വൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. അപ്പോൾ ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം 43, ഫോർത്ത് ടേം ഇല്ല, ഫിഫ്ത്ത് ടേം ഇല്ല, സിക്സ്ത് ടേം 76. ഇങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ടേം ഡിഫറൻസ് എന്താണ് ഇവിടെ? 76 - 43 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സിക്സ്ത് ടേമും തേർഡ് ടേമും അല്ലേ. അപ്പോൾ 6 - 3. 76 നിന്ന് 43 മൈനസ് ചെയ്താൽ 33 ഡിവൈഡഡ് ബൈ 3 11. പൊതുവ്യത്യാസം 11 കിട്ടി. ഇനി നമുക്ക് ഒന്നാം പദം കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് പൊതുവ്യത്യാസം മൈനസ് ചെയ്ത് ഇങ്ങോട്ടുള്ള ടേംസും ഇവിടുന്ന് കൂട്ടി കൂട്ടി ഇങ്ങോട്ടുള്ള ടേംസും എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അതായത് തേർഡ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. അപ്പം തേർഡ് ടേമിൽ നിന്ന് 2 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടേം. അല്ലെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് 2 പ്രാവശ്യം പൊതുവ്യത്യാസം മൈനസ് ചെയ്യുന്നതാണ് ഒന്നാം പദം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം ഒന്നാം പദം ഈക്വൽ ടു തേർഡ് ടേം -2 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഒന്നാം പദം ഈക്വൽ ടു മൂന്നാം പദം -2 ഇൻറ്റു പൊതുവ്യത്യാസം. തേർഡ് ടേം എന്താണ്? 43 -2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 11 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 43 - 22. കോമൺ ഡിഫറൻസ് 21. അല്ല സോറി, കോമൺ ഡിഫറൻസ് അല്ല, ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി 21. കോമൺ ഡിഫറൻസ് അറിയാം 11. ഇനി നമുക്ക് ആ ശ്രേണി എഴുതാമല്ലോ. Therefore, sequence is ഫസ്റ്റ് ടേം എന്താണ്? 21. പൊതുവ്യത്യാസം 11 അല്ലേ. അപ്പോൾ 21നോട് 11 കൂട്ടുക, 32. അടുത്തത് 32നോട് വീണ്ടും 11 കൂട്ടുക, 43. ആ തേർഡ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ നാലാം പദം കിട്ടാൻ വീണ്ടും 11 കൂട്ടുക. 43നോട് 11 കൂട്ടിയാൽ 54. വീണ്ടും 11 കൂട്ടിയാൽ അഞ്ചാം പദം. 54നോട് 11 കൂട്ടണം, 65. പിന്നെ ആറാം പദം അതിവിടെ തന്നിട്ടുണ്ട് 76. ഇതാണ് ആൻസർ. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തേർഡ് ടേം തന്നിട്ടുണ്ട് 2, ഫിഫ്ത്ത് ടേം 3. ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം 2, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ടേം 3. ഇങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത്. അപ്പം നമുക്കതിൽ ആദ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ ടേം ഡിഫറൻസ് എന്താണ്? ഫിഫ്ത്ത് ടേം 3 ആണ്, മൈനസ് തേർഡ് ടേം 2 ആണ്. ഇനി പൊസിഷൻ ഡിഫറൻസ് ഓഫ് 5 - 3. അപ്പം 3 - 2 1 ബൈ 5 - 3 എന്താണ്? 2. ഇവിടെ കോമൺ ഡിഫറൻസ് 1/2. ഇനി
നമുക്ക് ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇവിടെ തേർഡ് ടേം അറിയാം 2, അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം എങ്ങനെയാ കണ്ടുപിടിക്കാം? തേർഡ് ടേമിൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 2 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പൊ തേർഡ് ടേം എന്താണ്? 2 മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1/2. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ 2 മൈനസ് 1 എന്താണ്? 1. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി 1. ഇനി നമുക്ക് സീക്വൻസ് എഴുതാമല്ലോ. സീക്വൻസ് ഈസ് എന്താണ്? ഫസ്റ്റ് ടേം 1, പിന്നെ കോമൺ ഡിഫറൻസ് 1/2 അല്ലേ. അപ്പോൾ 1/2 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ സെക്കൻഡ് ടേം 1 and 1.5. അതുപോലെ 1.5നോട് വീണ്ടും ഹാഫ് ആഡ് ചെയ്താൽ 2. തേർഡ് ടേം കിട്ടി, വീണ്ടും ഹാഫ് ആഡ് ചെയ്യാം. ഫോർത്ത് ടേം കിട്ടി, 2.5നോട് വീണ്ടും ഹാഫ് ആഡ് ചെയ്താൽ 3. അടുത്ത നെക്സ്റ്റ് ടേം എന്ത് വരും? 3.5. ഇങ്ങനെ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ടേം 8, നയൻത്ത് ടേം 10. അഞ്ചാം പദവും 9ാം പദവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ഇല്ല, ഫിഫ്ത്ത് ഉണ്ട്, 8. സിക്സ്ത് ഇല്ല, സെവൻത്ത് ഇല്ല, 8th ഇല്ല, 9th ഉണ്ട്. 9th ടേം എന്താണ്? 10. ഇങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്താണ് ഇവിടെ? 9th ടേം 10 ആണ്. 10 മൈനസ് 5th ടേം 8 ആണ്. പൊസിഷൻ ഡിഫറൻസ് 9th 5th അല്ലേ. അപ്പം 9 മൈനസ് 5. അപ്പോൾ ഇവിടെ എന്ത് വരും? മുകളിൽ 10 മൈനസ് 8 2 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 4. 2/4 എന്ന് വെച്ചാൽ 1/2. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി 1/2. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് അങ്ങനെയല്ലേ. നമുക്കിപ്പോൾ ഇവിടെ 5th ടേമാണ് അറിയുന്നത് അല്ലേ. 5th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടാൻ 5th ടേമിൽ നിന്ന് 4 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ 5ാം പദത്തിൽ നിന്ന് 1ാം പദം കിട്ടാൻ എന്ത് ചെയ്യണം? 5ാം പദത്തിൽ നിന്ന് 4 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 5th ടേം മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഈ 5th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. 8 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1/2. അപ്പോൾ 4/2 എന്ത് വരും? 2 വരും. അപ്പം 8 മൈനസ് 2 6. ഫസ്റ്റ് ടേം കിട്ടി. അപ്പം നമ്മുടെ സീക്വൻസ് അഥവാ ശ്രേണി എന്ത് വരും? സീക്വൻസ് ഈസ് ഫസ്റ്റ് ടേം കിട്ടി അല്ലേ. 1ാം പദം 6, പൊതുവ്യത്യാസം ഹാഫ് അര. അപ്പം അര കൂട്ടിപ്പോയാൽ മതി. 6, 6.5, 7, 7.5, 8, 8.5, 9 എക്സെട്ര. ഇവിടെ നമുക്കിവിടെ 10 വരെ തന്നിട്ടുണ്ട്. അപ്പം അടുത്തത് 9.5, പിന്നെ എന്താണ്? 10, 10.5. ഇതാണ് നമ്മുടെ ശ്രേണി. അടുത്ത ക്വസ്റ്റ്യൻ, 5th ടേം 7, 7th ടേം 5. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 7th ടേം മൈനസ് 5th ടേം. 7th ടേം എന്താണ്? 5 മൈനസ് 5th ടേം എന്താണ്? 7 ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 7th 5th അല്ലേ. അപ്പോൾ 7 മൈനസ് 5. 5 മൈനസ് 7 മൈനസ് 2. 7 മൈനസ് 5 2. അപ്പം -2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പം -1. അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം -1 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് 5th ടേമും 7th ടേമുമാണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ഇല്ല, ഫോർത്ത് ഇല്ല, 5th ഉണ്ട് 7, 6th ഇല്ല, 7th ഉണ്ട് 5. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ്
ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് അറിയാവുന്ന ടേം ഏതാണ്? ഇത് 5th ആണ്. അപ്പോൾ 5th ടേമിൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 5th നിന്ന് ഫസ്റ്റ് കിട്ടണമെങ്കിൽ 4 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അതായത് 5th ടേം എന്താണ്? 7 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ്? -1. 7 ഇവിടെ നെഗറ്റീവ് അല്ലേ? അപ്പോൾ എന്താണ്? അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? പോസിറ്റീവ് ആകും. -4 എന്ന് വരും. അപ്പം +4. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 11. ഫസ്റ്റ് ടേം 11 കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് അറിയാം അല്ലേ? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണല്ലോ സീക്വൻസ്. Therefore സീക്വൻസ് എന്താണ്? അഥവാ ശ്രേണി എന്താണ്? ഫസ്റ്റ് ടേം 11. പൊതുവ്യത്യാസം എന്താണ്? -1. അപ്പൊ 11നോട് -1 കൂട്ടിയാൽ എത്രയാണ്? 10. വീണ്ടും -1 കൂട്ടുക 9. വീണ്ടും -1 കൂട്ടുമ്പോൾ 8, 7, 6, 5, 4. ഇങ്ങനെയാണ് നമ്മുടെ സമാന്തര ശ്രേണി വരുന്നത്. സീക്വൻസ് വരുന്നത് ഇങ്ങനെയാണ്.